DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. പവന് 600 രൂപയാണ് വർദ്ധിച്ചത്. 1,05,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 75 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 13,230 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ SBI ഫൗണ്ടേഷൻ നൽകുന്ന പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. 9ാം ക്ലാസ് മുതലുള്ള ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പഠനം പൂർത്തിയാക്കുന്നതുവരെ സ്കോളർഷിപ്പ് ലഭിക്കും. ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചിലവുകളും ഉൾപ്പെടെ പ്രതിവർഷം 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. രാജ്യത്ത് 25,000-ഓളം പേർക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അപേക്ഷകർ ഇന്ത്യക്കാരായിരിക്കണം. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് സെപ്റ്റംബർ 4 വരെ സമയമുണ്ട്. കൂടുതൽ അറിയിപ്പുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കായി മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ്. 2025 ഡിസംബർ 31 ശേഷം പുതുതായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് അടുത്ത മാസം മുതൽ ജനപ്രതിനിധികളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിച്ച് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യമുണ്ടാകും. മുൻപ് നിശ്ചിത തീയതിക്കകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് നിലവിൽ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. വൈകി സർട്ടിഫിക്കറ്റ് നൽകിയാൽ വരാനിരിക്കുന്ന ഓണപ്പെൻഷൻ തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, ഓണം പ്രമാണിച്ച് മഞ്ഞക്കാർഡുകൾ ഉള്ളവർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി ഓഗസ്റ്റ് 10 മുതൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്നതാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങളാണ് കിറ്റിലുണ്ടാവുക. ഇതോടൊപ്പം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോയുടെ സ്പെഷ്യൽ ഓണക്കിറ്റുകൾ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും ഓണച്ചന്തകളിലും ലഭിക്കുന്നതാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമായി സപ്ലൈകോ വിവിധ വിലകളിലുള്ള സബ്സിഡി സ്പെഷ്യൽ കിറ്റുകൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്നത് അത്തം കിറ്റ് ആണെങ്കിൽ 1000 രൂപ മുടക്കിയാൽ 20 ഇനങ്ങളുള്ള ഏകദേശം 1,228 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഉത്രാടം കിറ്റാണെങ്കിൽ 1,500 രൂപ മുടക്കിയാൽ 25ഓളം ഇനങ്ങളുള്ള ഏകദേശം 1,900 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഇനി തിരുവോണം സ്പെഷ്യൽ കിറ്റ് ആണെങ്കിൽ 2,000 രൂപ മുടക്കിയാൽ 30ഓളം ഇനങ്ങളുള്ള ഏകദേശം 2,550 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും. റേഷൻ കടകൾ വഴിയും ഓണമാസത്തിൽ കൂടുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ റേഷനായി 2 കിലോ അരി വീതവും കൂടാതെ 2 കിലോഗ്രാം ഗോതമ്പ് കിലോഗ്രാമിന് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് ആട്ടയും ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കൂടാതെ 2 കിലോ വീതം ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് ആട്ടയും ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.